LMOMS വഴി വേരിഫൈ ചെയ്ത ഉപകരണങ്ങൾ എങ്ങനെ മറ്റൊരു വ്യക്തിക്ക് ട്രാൻസ്ഫർ ചെയ്യാമെന്ന് നോക്കാം. അതിനായി നിങ്ങൾ ആർക്കാണോ ഉപകരണം ട്രാൻസ്ഫർ ചെയ്യുന്നത് അവരുടെ പേരിൽ CR നമ്പർ LMOMSൽ ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട്. ഉപകരണം സ്വീകരിക്കുന്ന ആൾ നിലവിൽ LMOMS യൂസർ ആണെങ്കിൽ LMOMSൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റിൽ നിന്നോ നിങ്ങളുടെ ലോഗിനിൽ നിന്നോ CR നമ്പർ ലഭിക്കുന്നതാണ്. CR നമ്പർ ക്രിയേറ്റ് ചെയ്യുന്നതിനായി ഗൂഗിളിൽ LMOMS പോർട്ടൽ എന്ന് സെർച്ച് ചെയ്ത് ആദ്യം വരുന്ന ലിങ്കിൽ പ്രവേശിച്ച് വേരിഫിക്കേഷൻ എന്ന ബോക്സിലെ ലോഗിൻ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് ഗസ്റ്റ് ലോഗിൻ തിരഞ്ഞെടുത്ത് ഉപകരണം സ്വീകരിക്കുന്ന ആളുടെ മൊബൈൽ നമ്പർ നൽകി ലഭിക്കുന്ന OTP എൻ്റർ ചെയ്ത് ലോഗിൻ ചെയ്യുക. വരുന്ന സ്ക്രീനിലെ ഡാഷ്ബോർഡിൽ യൂസർ രജിസ്ട്രേഷനിൽ നിന്നും ഓട്ടോ ടാക്സി എന്ന് സെലക്ട് ചെയ്യുക. ആവശ്യപ്പെട്ടിരിക്കുന്ന വിവരങ്ങൾ നൽകി സബ്മിറ്റ് ചെയ്യുക. നൽകുന്ന വിവരങ്ങൾ സ്വീകർത്താവിൻ്റെ പെർമിറ്റ് പ്രകാരമായിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. തുടർന്ന് പെർമിറ്റിലെ ഹാൾട്ടിംഗ് പ്ലേസ് ഏത് കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ പഞ്ചായത്തിലാണ് ഉൾപ്പെടുന്നത് എന്ന് സെലക്ട് ചെയ്ത് RC ഓണറുടെ മൊബൈൽ നമ്പർ നൽകി ന്യൂ യൂസർ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് സബ്മിറ്റ് ചെയ്യുക. ശേഷം വരുന്ന സ്ക്രീനിൽ നിന്നും സ്വീകർത്താവിൻ്റെ CR നമ്പർ നോട്ട് ചെയ്യുക. ഇപ്പോൾ ഉപകരണം ആർക്കാണോ ട്രാൻസ്ഫർ ചെയ്യുന്നത് ആ വ്യക്തിയുടെ CR നമ്പർ ലഭിച്ചു കഴിഞ്ഞു. ഇനി ചെയ്യേണ്ടത് നിലവിൽ ഉപകരണം ആരുടെ ഉടമസ്ഥതയിലാണോ ആ വ്യക്തിയുടെ അക്കൗണ്ട് ലോഗിൻ ചെയ്ത് ട്രാൻസ്ഫർ റിക്വസ്റ്റ് അയയ്ക്കുക എന്നുള്ളതാണ്. അതിനായി ആരാണോ ഉപകരണം ട്രാൻസ്ഫർ ചെയ്യുന്നത് ആ വ്യക്തിയുടെ LMOMS അക്കൗണ്ട് ലോഗിൻ ചെയ്യുക. വരുന്ന സ്ക്രീനിൽ ട്രാൻസ്ഫർ ഓഫ് വെയ്റ്റ്സ് മെഷേഴ്സ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് എൻ്റർ വാലിഡ് സർട്ടിഫിക്കറ്റ് നമ്പർ എന്ന ഭാഗത്ത് നിങ്ങൾ LMOMSൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുത്ത ട്രാൻസ്ഫർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഉപകരണം ഉൾപ്പെടുന്ന സർട്ടിഫിക്കറ്റിൻ്റെ നമ്പർ എൻ്റർ ചെയ്ത് നൽകുക. ഇത് സർട്ടിഫിക്കറ്റിൻ്റെ മുകളിൽ ഇടതുവശത്തായി കാണാവുന്നതാണ്. ശേഷം ഫെച്ച് ഡീറ്റെയിൽസ് നൽകുമ്പോൾ ആ സർട്ടിഫിക്കറ്റ് പ്രകാരമുള്ള ഉപകരണങ്ങളുടെ വിവരങ്ങൾ കാണാവുന്നതാണ്. ഈ വിവരങ്ങൾ കൃത്യമാണെന്ന് ഉറപ്പുവരുത്തിയ ശേഷം എൻ്റർ CR നമ്പർ എന്ന ഭാഗത്ത് നേരത്തെ നോട്ട് ചെയ്തു വെച്ച ഉപകരണം സ്വീകരിക്കുന്ന ആളുടെ CR നമ്പർ നൽകി സെർച്ച് ക്ലിക്ക് ചെയ്യുക. ശേഷം ട്രാൻസ്ഫർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഉപകരണത്തിന് നേരെയുള്ള ചെക്ക് ബോക്സ് ടിക്ക് ചെയ്ത് റിക്വസ്റ്റ് ട്രാൻസ്ഫർ എന്ന ടാബ് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഉപകരണത്തിൻ്റെ നിലവിലെ ഉടമ ഉപകരണം ട്രാൻസ്ഫർ ചെയ്യാനുള്ള റിക്വസ്റ്റ് അത് സ്വീകരിക്കുന്ന വ്യക്തിക്ക് അയച്ചു കഴിഞ്ഞു. ഒരു വസ്തു മറ്റൊരാൾക്ക് നൽകുമ്പോൾ അത് സ്വീകരിക്കുന്ന ആളുടെ സമ്മതവും നിർബന്ധമാണ്. ഇപ്പോൾ അയച്ച ട്രാൻസ്ഫർ റിക്വസ്റ്റ് സ്വീകർത്താവ് അക്സെപ്റ്റ് ചെയ്യുക എന്നതാണ് ഈ പ്രോസസ്സിൻ്റെ അവസാന ഘട്ടം. അതിനായി മൊബൈൽ നമ്പറും OTPയും ഉപയോഗിച്ച് സ്വീകർത്താവ് അക്കൗണ്ടിൽ ലോഗിൻ ചെയ്ത ശേഷം ട്രാൻസ്ഫർ ഓഫ് വെയ്റ്റ്സ് മെഷേഴ്സ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. പിന്നീട് റിക്വസ്റ്റ് കെയിം ഫ്രം എൻഡ് യൂസർ ടാബ് ക്ലിക്ക് ചെയ്യുമ്പോൾ ലഭിച്ച ട്രാൻസ്ഫർ റിക്വസ്റ്റ് കാണാവുന്നതാണ്. ഈ റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്യുന്നതിനായി റിക്വസ്റ്റിൻ്റെ നേരെയുള്ള ചെക്ക് ബോക്സ് ടിക്ക് ചെയ്ത് ട്രാൻസ്ഫർ വെയ്റ്റ്സ് എന്ന ഗ്രീൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നതോടെ ഉപകരണത്തിൻ്റെ ട്രാൻസ്ഫർ നടപടിക്രമങ്ങൾ അവസാനിക്കുന്നതാണ്. ട്രാൻസ്ഫർ ചെയ്ത ഉപകരണത്തിൻ്റെ വേരിഫിക്കേഷനായി ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായി ഡാഷ്ബോർഡിലെ വേരിഫിക്കേഷനിൽ ആഡ് വെയ്റ്റ്സ് ഓർ അപ്ലൈ വേരിഫിക്കേഷൻ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ദൃശ്യമാകുന്ന സ്ക്രീനിലെ അപ്ലൈ വേരിഫിക്കേഷൻ എന്ന ഗ്രീൻ ടാബ് സെലക്ട് ചെയ്ത് ഇനി വരുന്ന അപ്ലൈ ഫോർ വേരിഫിക്കേഷൻ സ്ക്രീനിൽ റീവേരിഫിക്കേഷൻ ടാബ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ മോഡ് ഓഫ് വേരിഫിക്കേഷനിൽ 2 ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ഇത് ശ്രദ്ധിച്ച് സെലക്ട് ചെയ്യേണ്ടതാണ്. ഓഫീസർ വ്യാപാര സ്ഥാപനം സന്ദർശിച്ച് അളവുതൂക്ക ഉപകരണങ്ങളുടെ പുനഃപരിശോധന ചെയ്യുവാൻ ഇൻസിറ്റു തിരഞ്ഞെടുക്കുക. ഓഫീസിൽ അല്ലെങ്കിൽ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി ക്യാമ്പുകളിൽ അപേക്ഷകൻ അളവുതൂക്ക ഉപകരണം ഹാജരാക്കി പുനഃപരിശോധന ചെയ്യുവാൻ ക്യാമ്പ് തിരഞ്ഞെടുക്കുക. പിന്നീട് ചൂസ് സർട്ടിഫിക്കറ്റ് ടിക്ക് ചെയ്ത് പ്രൊസീഡ് ടു നെക്സ്റ്റ് പേജ് ക്ലിക്ക് ചെയ്യുക.
പിന്നീട് വരുന്ന സ്ക്രീനിൽ നിങ്ങളുടെ ഓട്ടോ ഫെയർ മീറ്ററിന്റെ വിവരങ്ങൾ കാണാവുന്നതാണ്. ഈ വിവരങ്ങൾ കൃത്യമാണെന്ന് ഉറപ്പുവരുത്തി അതിനു നേരെയുള്ള ചെക്ക് ബോക്സ് ടിക്ക് ചെയ്ത് പ്രൊസീഡ് ടു പേയ്മെന്റ് ക്ലിക്ക് ചെയ്യുക. ശേഷം ഓൺലൈൻ പേയ്മെന്റ് സെലക്ട് ചെയ്ത് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുക. ഇപ്പോൾ പുനഃപരിശോധനയ്ക്കായി ഓൺലൈനായി നിങ്ങൾ ഒടുക്കേണ്ട ഫീസ് എത്രയാണെന്ന് കാണാവുന്നതാണ്. പ്രൊസീഡ് പേയ്മെന്റ് കൊടുത്ത് UPI, നെറ്റ് ബാങ്കിംഗ്, ഡെബിറ്റ് കാർഡ് ഇവയിൽ ഏതെങ്കിലും ഉപയോഗിച്ച് ഓൺലൈൻ പേയ്മെന്റ് നടത്താവുന്നതാണ്. പേയ്മെന്റ് ചെയ്തതിനു ശേഷം ഉപകരണം വേരിഫിക്കേഷനായി ഹാജരാക്കാൻ ഉദ്ദേശിക്കുന്ന ഡേറ്റ് ആൻഡ് ടൈം നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. അതിനായി ബുക്ക് ക്യാം എന്ന ഗ്രീൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. വരുന്ന സ്ക്രീനിൽ വേരിഫിക്കേഷന് ലഭ്യമാക്കപ്പെട്ടിട്ടുള്ള ഡേറ്റ് ആൻഡ് ടൈം കാണാവുന്നതാണ്. നിങ്ങൾക്ക് സൗകര്യപ്രദമായ ഡേറ്റ് സെലക്ട് ചെയ്ത് ബുക്ക് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ വരുന്ന സ്ക്രീനിലെ വ്യൂ PDF ക്ലിക്ക് ചെയ്താൽ ലഭിക്കുന്ന PDFൽ ഉപകരണത്തിന്റെ വിവരങ്ങളും വേരിഫിക്കേഷനായി ബുക്ക് ചെയ്ത ക്യാം സ്ലോട്ടും കാണാവുന്നതാണ്.